അങ്ങനെ വീടിൻ്റെ മുറ്റത്ത് കല്ലൊക്കെ സ്റ്റോണൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ സൈഡിലുള്ള കുഞ്ഞു ഗാർഡൻ ഏരിയ ഉണ്ട്, അവിടെ ഒന്ന് ചെറുതായിട്ട് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ഓൾറെഡി മെറ്റലിട്ടുണ്ടായിരുന്നു, അതൊക്കെ റിമൂവ് ചെയ്തു. ഇങ്ങനെ ഒരു കല്ലൊക്കെ വെച്ചിട്ട് ഒരു സീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കല്ലൊക്കെ എടുത്ത് വെച്ച് നോക്കുമായിരുന്നു അതെങ്ങനെയുണ്ടെന്ന്. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് മണ്ണ് ഫില്ല് ചെയ്യുകയാണ്. അവിടെ മണ്ണൊക്കെ ഫില്ല് ചെയ്തു. ആ വലിയൊരു മരത്തിൻ്റെ ചുറ്റും കല്ല് വെറുതെ വെച്ചിരിക്കാൻ അവിടെ കുറച്ച് പെബിൾസ് ഇടാമെന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, നമ്മൾ വേറൊരു ചെടി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ടുള്ള കുഴി എടുത്തുകൊണ്ടിരിക്കുന്നു. കണ്ടില്ലേ, നമ്മുടെ ക്രിസ്മസ് ട്രീ സാധനം നമ്മൾ അവിടെ നടാൻ പോവാണ്. എന്നെക്കൊണ്ട് കൂട്ടിയെ കൂടില്ല, ഇനി അസിസ്റ്റൻറ്റിൻ്റെ പണിയാണ്. അങ്ങനെ നമ്മൾ ആ ചെടി അവിടെ നട്ടു. എന്നിട്ട് മറ്റേ അപ്പുറത്ത് വലിയ മരം ഉണ്ടായിരുന്നു, അതിന് ചുവട്ടിൽ നമ്മൾ പെബിൾസ്, വൈറ്റ് പെബിൾസ് ഉണ്ട് നമ്മുടെ, അത് കഴുകിയിട്ട് നമ്മളത് ഇട്ട്. ഇപ്പോൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ, ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും കറക്റ്റായിട്ട് ഇടാം. അപ്പം നമ്മളിനി ഇവിടെ സീറ്റിംഗ് ഉള്ളത് കല്ലൊക്കെ വെച്ച് തേക്കാണ്. അത് തേച്ചൊരു ചെറിയ സീറ്റിംഗ് കൊടുത്തിട്ട്, വലിയ പരിപാടിയൊന്നുമല്ല, ചെറിയൊരു സീറ്റിംഗ് പോലെ കൊടുത്തിട്ട് അവിടെ പെബിൾസും കുറച്ച് ഗ്രാസും കൂടി ഇടാമെന്നുള്ളൊരു പ്ലാനിലായിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഇവിടുത്തെ പണി റെഡിയായി. ഇനി ഇവിടെ കുറച്ച് പച്ച പുല്ലും കൂടെ വെച്ചാൽ റെഡിയാവും. ഇവിടുത്തെ സീറ്റിംഗ് നമ്മളിങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ആ പുതിയൊരു ചെടി വാങ്ങിച്ചത് അവിടെ നട്ടു. ഇനി ഇവിടെ എല്ലാം മെറ്റലിട്ടിട്ട് നമ്മളൊരു സോളാറിൻ്റെ ലൈറ്റ് കൊടുത്തു. പിന്നെ ഇങ്ങനൊരു സംഭവം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു ലോൺ ഏരിയ. ഇവിടെ നനഞ്ഞു കിടക്കാണ്ടാണ് വേറൊരു ലുക്ക്. ഇപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചെടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും.